നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ഇപ്പോൾ കോൺഗ്രസിൻ്റെ കയ്യിലിരിക്കുന്ന കൊല്ലം നിയമസഭാ സീറ്റ് വേണമെന്ന് RSP ആവശ്യപ്പെട്ടിരിക്കുകയാണ്. തങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ മത്സരിക്കാൻ വേണ്ടിയാണ് കൊല്ലം സീറ്റ് RSP ചോദിക്കുന്നത്. ചവറയിൽ ഇനി താൻ മത്സരിക്കാനില്ല എന്നാണ് ഷിബു ബേബി ജോൺ പറയുന്നത്. കാരണം മത്സരിച്ചാൽ തന്നെ ജയിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് കൊല്ലം സീറ്റ് തനിക്ക് നൽകണം എന്ന് UDF നേതൃത്വത്തോട് ഔദ്യോഗികമായി ആവശ്യപ്പെടുകയാണ് ഷിബു ബേബി ജോൺ. എന്നാൽ കൊല്ലം സീറ്റ് ഷിബുവിന് നൽകാൻ നിർവാഹമില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം ഷിബുവിനെ അറിയിച്ചു കഴിഞ്ഞു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊല്ലം സീറ്റ് കിട്ടിയില്ലെങ്കിൽ അവിടെ ചിലപ്പോൾ ഇടത് സ്ഥാനാർത്ഥിയായി വരെ താൻ മത്സരിച്ചേക്കാമെന്നുള്ളൊരു ഭീഷണിയും ഷിബു ബേബി ജോൺ ഉയർത്തിയെന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ RSPയിൽ ഒരു പിളർപ്പുണ്ടാവുക സാധ്യമാണ്. കാരണം NK പ്രേമചന്ദ്രൻ ചവറയിൽ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നു എന്നാണ് അറിയുന്നത്. പ്രേമചന്ദ്രൻ ചവറയിൽ മത്സരിച്ചാൽ വിജയിക്കും. അപ്പോൾ ഷിബു ബേബി ജോണ് സീറ്റില്ലാതെയാകും. അതുകൊണ്ട് കൊല്ലം തന്നാൽ താൻ അവിടെ മത്സരിച്ച് വിജയിക്കാമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തോട് ഷിബു ബേബി ജോൺ പറയുന്നത്. എന്നാൽ തങ്ങളുടെ ഉറച്ച സീറ്റായ തങ്ങളുടെ കയ്യിലിരിക്കുന്ന കൊല്ലം സീറ്റ് ഒരു കാരണവശാലും ഘടകകക്ഷിക്ക് കൊടുക്കുന്ന പ്രശ്നമേ ഇല്ലെന്ന് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കി കഴിഞ്ഞു. എന്നാൽ കൊല്ലം സീറ്റ് ഇടതുമുന്നണി ഷിബു ബേബി ജോൺ കൊടുത്താലോ? ഒരുപക്ഷെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിച്ചേക്കാം. ഏതായാലും ചവറ കൊല്ലം സീറ്റുകളെ ചൊല്ലി RSPയിൽ ഒരു പടപ്പുറപ്പാട് ഉറപ്പായി കഴിഞ്ഞു. NK പ്രേമചന്ദ്രനെ ഒരു കാരണവശാലും നിയമസഭയിലേക്ക് മത്സരിക്കാൻ അനുവദിക്കരുതെന്ന ഷിബു ബേബി ജോണിൻ്റെ അഭ്യർത്ഥന UDF നേതൃത്വം ചെവിക്കൊണ്ടില്ല എന്നാണ് അറിയുന്നത്. പ്രേമചന്ദ്രന് നിയമസഭയിലേക്ക് മത്സരിച്ച് വരുന്ന UDF മന്ത്രിസഭയിൽ മന്ത്രിയാകണമെന്ന് അദമ്യമായ ആഗ്രഹമുണ്ട്. എന്നാൽ മന്ത്രിയാകാൻ വേണ്ടി കാത്തിരിക്കുന്ന ഷിബു ബേബി ജോൺ അത് സമ്മതിക്കുന്ന ലക്ഷണമില്ല. രണ്ടുപേരും, പ്രേമചന്ദ്രനും ഷിബു ബേബി ജോണും, രണ്ട് വ്യത്യസ്ത മന്ത്രിസഭകളിൽ മന്ത്രിമാരായിരുന്നവരാണ്. എന്നാൽ അവർക്ക് ഇനിയും മന്ത്രിയായേ തീരൂ. NK പ്രേമചന്ദ്രൻ സ്റ്റാർ MP ആണ്. ലോക്സഭയിലെ പ്രധാനമന്ത്രി പോലും ശ്രദ്ധിക്കുന്ന പ്രസംഗമാണ് അദ്ദേഹത്തിൻ്റെ. BJP ഇതര പാർട്ടികളുടെ നേതൃനിരയിലെ പ്രമുഖൻ കൂടിയാണ് പ്രേമചന്ദ്രൻ. അദ്ദേഹത്തിന് ഡൽഹിയിൽ വലിയ അംഗീകാരവുമുണ്ട്. ആ അംഗീകാരമൊക്കെ ഉപേക്ഷിച്ച് എന്തിനാണ് അദ്ദേഹം കേരളത്തിലേക്ക് വന്ന് നിയമസഭയിലേക്ക് മത്സരിക്കുന്നതെന്നാണ് ഷിബു ബേബി ജോൺ ചോദിക്കുന്നത്. താൻ ചവറയിൽ മത്സരിച്ചാൽ വിജയിക്കില്ല എന്ന് ഷിബുവിന് തന്നെ അറിയാം. NK പ്രേമചന്ദ്രൻ ചവറയിൽ നിന്നാൽ ജയിക്കുകയും ചെയ്യും. പക്ഷേ ഷിബുവിനപ്പോൾ എവിടെ മത്സരിക്കാൻ കഴിയും? കൊല്ലം സീറ്റ് വേണമെന്നുള്ള ആവശ്യം കോൺഗ്രസ് തള്ളുകയും ചെയ്തു. എന്നാൽ ഇനി ഷിബു ബേബി ജോൺ എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ UDFൽ ഉയരുന്നത്. കാരണം ഇടതുമുന്നണിക്ക് ഷിബു ബേബി ജോണെ അപ്പുറത്തേക്ക് കൊണ്ടുപോയാലോ എന്നൊരു ആഗ്രഹമുണ്ട്. കാരണം കൊല്ലം ജില്ലയിൽ കൊള്ളാവുന്നൊരു നേതാവ് ഇപ്പോൾ ഇടതുമുന്നണിക്കില്ല. ധനകാര്യമന്ത്രി KN ബാലഗോപാലിനെ പോലുള്ളവരാണ് ഇപ്പോൾ കൊല്ലത്ത് CPMനെയും ഇടതുമുന്നണിയെയും നയിക്കുന്നത്. അപ്പോൾ CPMന് പുറത്ത് ഇടതുമുന്നണിയിൽ ഒരു കാലിബറുള്ള, ഒരു പ്രതിച്ഛായയുള്ള, അതും ബേബി ജോണിൻ്റെ മകൻ എന്ന പ്രതിച്ഛായയുള്ള ഷിബു ബേബി ജോണിനെ കൊണ്ടുവന്നാൽ ഇടതുമുന്നണിക്ക് കൊല്ലം ജില്ലയിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസം LDFനുണ്ട്, CPMനുണ്ട്. അതുകൊണ്ട് അവർ ഷിബുവിനെ ചാക്കിടുമോ എന്നുള്ള ഭയം കോൺഗ്രസിനുമുണ്ട്. ഏതായാലും കൊല്ലം സീറ്റ് കൊടുത്തുകൊണ്ടുള്ള ഒരു കോംപ്രമൈസിനും താല്പര്യമില്ല, അത് വേണ്ട എന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ RSPയിൽ ഒരു പൊട്ടിത്തെറി ഉറപ്പുമാണ്.